എന്നൊക്കെ കരഞ്ഞു പടം. ലാസ്റ്റ് കരഞ്ഞാണ് പ്രേക്ഷകർ ഇറങ്ങുന്നത്. അവൻ്റെ കണ്ണീന്നൊക്കെ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. എന്നോട് റിവ്യൂ ചോദിക്കരുത്. ഫാമിലി എന്റർടൈനർ, നല്ല മൂവി. നല്ല മൂവി, ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. ഗുഡ് മൂവി. ഇത് അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയാം. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. നല്ല പടം, അടിപൊളി, നല്ല പടം, നല്ല പടം. ഒരു ഉണ്ണിമുഖത്തിൻ്റെ ഒരു സെലക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി കഥയാണ്. ടോട്ടലി ഒരു കുട്ടികളില്ലാത്തവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു മൂവി. പടം മേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഉണ്ണി വളരെ രസമായിട്ട് വേറെ റേഞ്ചിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല പടം, തീർച്ചയായിട്ടും പടം വർക്കാവും. പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണ്, ഒരു ഫാമിലി നല്ല പടമാണ്. നല്ല ഇമോഷണൽ മൂവിയാണ്. ഉണ്ണിമുഖൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികളില്ലാതെ ഒരുപാട് വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇമോഷണൽ ഉണ്ട്. ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അത് ഈ സിനിമ കാണുമ്പോൾ കുറേ പേർക്ക് മാറി കിട്ടും. പിന്നെ ഉണ്ണിമുഖൻ എന്ന വ്യക്തി ഇതിനകത്ത് നല്ലൊരു റോളാണ് ചെയ്തേക്കുന്നത്. എന്നൊക്കെ കരഞ്ഞു പടം. ലാസ്റ്റ് കരഞ്ഞാണ് പ്രേക്ഷകർ ഇറങ്ങുന്നത്. അവൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം അപ്പോൾ എല്ലാവരും വന്ന് ഫാമിലിയിട്ട് ഒന്ന് കാണും. ഫാമിലി ഓഡിയൻസിന് എന്തായാലും കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. ഒരു കോമഡി എന്നാൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് പോകുന്നൊരു മൂവിയാണ്. ലാസ്റ്റിൽ നല്ലൊരു ഫീൽ ഗുഡ് എൻഡിങ് ആണ് പടം. മൊത്തത്തിൽ എന്തായാലും ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു പടം തന്നെയാണ്. ഇപ്പം മാർക്കിന് ശേഷം ഫാമിലി ഓഡിയൻസിന് ഉണ്ണിമുഖനോടുള്ള ചിലപ്പോൾ ഒരു ഇതുണ്ടാവും. പക്ഷേ ഇത് അത് മാറ്റി എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. വിനയ് ഗോവിന്ദൻ സംവിധായകൻ്റെ നല്ലൊരു ചിത്രം. അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിയും അതേപോലെ നിഖിലയും ചേർന്നിട്ടുള്ള ജോഡി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു കഥ, നല്ലൊരു തിരക്കഥ, അതിശക്തമായിട്ടുള്ളൊരു തിരക്കഥ നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഉണ്ണിയും നിഖിലയും അതേപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അവരെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ഒരു സൂപ്പർ, നല്ലൊരു മൂവി, നല്ലൊരു സ്റ്റോറി. എല്ലാം കൊണ്ടും ഉണ്ണിമുഖൻ വ്യത്യസ്തമായ ഇതുപോലെയുള്ള റോളുകൾ ഏറ്റെടുത്ത് നല്ല നിലയിൽ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പറഞ്ഞാൽ വളരെ നല്ല ഒരു സെലക്ഷനാണിത്. ഉണ്ണിമുഖൻ പടം നമ്മൾ അടി കുത്ത് മാത്രം പ്രതീക്ഷിച്ച് മാത്രം വരുന്നതല്ലേ. പക്ഷേ ഇതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമാണ് ഈ പടം. ഒരു എന്താ പറയുക, ഫീൽ ഗുഡ് മൂവി എന്ന് തന്നെ പറയാം. ഒരു ഡോക്ടർ എങ്ങനെ ആവണം, ആ ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻസിനോടുള്ള പ്രസൻസ് എല്ലാം കൊണ്ടും നല്ലൊരു മൂവി. ഫാമിലി ഓഡിയൻസിന് കാണാം. ഫാമിലി ഓഡിയൻസിന് വളരെ കൺസെപ്റ്റ് ആകുന്നൊരു പടം. നല്ല അങ്ങനത്തെ ഒരു സ്റ്റോറിയാണിത്. ഒരു നല്ലൊരു ഡോക്ടർ, അതിലുപരി നല്ലൊരു സെലക്ഷനുമാണ് ഉണ്ണിമുഖൻ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മളിപ്പോൾ മാർക്കൊക്കെ കണ്ടവർക്ക് ചിലപ്പോൾ ഇതെന്തോന്ന് പടം അതൊന്നല്ല. പടം ഇങ്ങനെ വ്യത്യസ്തമായ സെലക്ഷനിൽ വരട്ടെ. എല്ലാ അടിയിടിയും മാത്രമായാലും ഒന്നും നടക്കില്ല. പക്ഷേ ഇത് കൊള്ളാം, നന്നായിട്ട് നല്ല സെലക്ഷനാണ്. കൊള്ളാം, ഓൾറെഡി എല്ലാ ഇതേ സെയിമല്ല. പക്ഷേ ഉണ്ണിമുഖൻ്റെ ക്യാരക്ടർ എടുത്ത് പറയണം, നല്ല സെലക്ഷനായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു മൂവി. മക്കളില്ലാത്ത സ്ത്രീകൾ നിർബന്ധമായും കാണണം. അവർക്ക് മക്കളെ റെഡിയാണ് ഈ ഡോക്ടർ കണ്ട. അത്രയും